എല്ലാവർക്കും കഥയറിവ് എന്ന ചാനലിലേക്ക് സ്വാഗതം. പുല്ലുവില എന്നിനി ഞാൻ പറയില്ല, അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ. പുല്ലിന് ഒരു വിലയുമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ മലയാള ഭാഷയിൽ പുല്ലുവില എന്ന ഒരു പ്രയോഗമുണ്ടായിരിക്കുന്നത്. പക്ഷേ പുല്ലിൻ്റെ ശരിക്കുള്ള വില എനിക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഡാളസിൽ നിന്നും ഡെൻവറിലേക്ക് നടത്തിയ ഒരു റോഡ് ട്രിപ്പിലാണ് പുല്ലിൻ്റെ ശരിക്കുള്ള വില മനസ്സിലായത്. അതായത് ഡാളസിൽ നിന്നും ഒരു 2.5 മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വെർണൻ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തൂടെ പോവുകയായിരുന്നു. ടെക്സസ് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഭൂപ്രകൃതിയാണല്ലോ. അപ്പോൾ വെർണൻ അടുത്തെത്തിയപ്പോൾ നോക്കത്താ ദൂരം പരന്ന് കിടക്കുന്ന പുൽപ്രദേശം, അങ്ങിങ്ങായി പശുക്കൾ മേഞ്ഞു കിടക്കുന്നുണ്ട്. പെട്ടെന്നാണ് റേഡിയോയിൽ അറിയിപ്പുണ്ടായത്, കാറ്റടിക്കാൻ സാധ്യതയുണ്ട്, ശക്തിയായ കാറ്റല്ലേ, കുഴപ്പമുണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. പക്ഷേ 50, 60, ചില സ്ഥലത്ത് എത്തിയപ്പോൾ 70 മൈൽ കാറ്റിലിതാ പറന്നു വരുന്നു പുല്ലിൻ്റെ ഗോളങ്ങൾ. ഈ ഗോളങ്ങൾ വളരെയധികം ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നിട്ട് വാഹനങ്ങളെ ഇടിക്കാൻ തുടങ്ങി. ഹൈവേ കൂടെ പോകുന്ന വാഹനങ്ങളെ വളരെ ശക്തമായി ഇടിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ പല വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അവയെല്ലാം റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ ഗോളം, പുല്ലുഗോളം വന്ന് ഞങ്ങളുടെ വണ്ടിയെയും ഇടിച്ചു. ശരിക്കും പേടിച്ചു പോയി കേട്ടോ. പേടിച്ചിട്ട് അടുത്ത് ഒരു ഗ്യാസ് സ്റ്റേഷൻ കണ്ടു ഭാഗ്യത്തിന്. ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി ഞങ്ങൾ ഇറക്കിയിട്ടിട്ട് കേടുപാടുകൾ എന്തെങ്കിലും പറ്റിയോ എന്ന് പരിശോധിച്ചു. ഭാഗ്യത്തിന് അധികം കുഴപ്പമൊന്നുമില്ല, യാത്ര തുടരാൻ പറ്റും. പക്ഷേ ഈ കാറ്റത്ത് എങ്ങനെയാണ് യാത്ര തുടരുക? മുന്നോട്ട് പോകും തോറും വീണ്ടും ഈ പുല്ല് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് വീണ്ടും അപകടത്തിൽപ്പെടാതിരിക്കാനായിട്ട് അവിടെ കുറേ നേരം തങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു 18 വീലർ, അതിൻ്റെ മുന്നിലെ ടയറ് ഈ പുല്ല് വന്നിടിച്ച് കീറി നാശമായി. അതിന് മുന്നോട്ട് പോകാൻ പറ്റാതെ അവിടെ പെട്ട് കിടക്കുന്നത് ഞങ്ങൾ കാണാൻ സാധിച്ചത്. അവിടെ ഇരുന്നുകൊണ്ട് എന്താണ് ഈ പുല്ല് എന്നറിയാനായിട്ട് ഇൻ്റർനെറ്റിലൊന്ന് പരതി നോക്കി. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പേര് ടംബിൾ വീഡ് എന്നാണ് ഇതിൻ്റെ പേര്. മറ്റൊരു പേര് റഷ്യൻ ടസിൽ. റഷ്യയിൽ നിന്നും അമേരിക്കയിൽ എത്തിയിരിക്കുന്ന ഒരു വീടാണിത്. ഇപ്പോൾ ആ വീട് അമേരിക്ക മാത്രമല്ല കാനഡയിലും മുഴുവനും വ്യാപിച്ച് ഇവിടെയുള്ള കൃഷിക്കാർക്കും യാത്രക്കാർക്കും എല്ലാവർക്കും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്പ്രിംഗ് ടൈമിൽ കിളിർത്ത് സമ്മർ ആകുമ്പോഴത്തേക്കും വലിയ കുറ്റിച്ചെടിയായിട്ട് മാറി അത് പൂത്ത് കായ്ച്ച് കായെല്ലാം ആയിട്ട് വിൻ്ററിൽ ശരിക്കും അങ്ങ് ഉണങ്ങിപ്പോകും. എന്നിട്ട് അടുത്ത സ്പ്രിങ് വരുമ്പോഴത്തേക്കും കാറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കാറ്റിൽ പറന്ന് നടന്ന് പ്രദേശമാകെ അതിൻ്റെ വിത്തുകൾ അങ്ങ് പടർത്തും. 2.5 ലക്ഷത്തോളം വിത്തുകളാണ് ഒരു ഗോളത്തിൽ നിന്നും പ്രദേശം മുഴുവൻ പരക്കുന്നത്. അനേകം മനുഷ്യജീവനുകളുടെ വിലയാണ് ഈ പുല്ല് രാക്ഷസന്മാർക്കുള്ളത്. അതുകൊണ്ടാണ് ഇനി പുല്ലുവില എന്ന് ഞാൻ പറയുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.